ഡേഞ്ചറസ് ഗുഡ്സ്. പലതരം കാർഗോയിലെ ഒന്നാണ് ഡേഞ്ചറസ് ഗുഡ്സ്. എന്താണ് ഡേഞ്ചറസ് ഗുഡ്സ്? ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആരോഗ്യത്തിനോ വസ്തുവകൾക്കോ അതല്ലെങ്കിൽ പ്രകൃതിക്കോ നമ്മളുടെ ജീവന് തന്നെയോ ഭീഷണിയാകുന്ന ഏത് തരം വസ്തുവാണെങ്കിലും അതിനെ ഡേഞ്ചറസ് ഗുഡ്സ് എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ലോകത്ത് ഡേഞ്ചറസ് ഗുഡ്സ് 9 ക്ലാസസ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് തരംതിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ, അതായത് അപകടത്തിൻ്റെ കാഠിന്യം ഏറ്റവും കൂടിയതിനെ 1-ാം ക്ലാസ്സിലും ഏറ്റവും കുറഞ്ഞതിനെ ക്ലാസ് നമ്പർ 9-ലുമാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കാം ഈ ഡേഞ്ചറസ് ഗുഡ്സിൽ വരുന്നത്? ക്ലാസ് നമ്പർ 1-ൽ എക്സ്പ്ലോസീവ്സ് വരും, ക്ലാസ് നമ്പർ 2-ൽ ഗ്യാസസ് വരും, ക്ലാസ് നമ്പർ 3-ൽ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് വരും, ക്ലാസ് നമ്പർ 4-ൽ ഫ്ലെയിമബിൾ സോളിഡ്സ് വരും. ഇങ്ങനെ ക്ലാസ് നമ്പർ 9 വരെയാണ് ഡേഞ്ചറസ് ഗുഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇതിൽ തമാശ ആയിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന തേങ്ങ ഡേഞ്ചറസ് ഗുഡ്സ് ആണോ? ഡേഞ്ചറസ് ഗുഡ്സ് കാറ്റഗറിയിൽ വരുമോ? അത് എങ്ങനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് അതിനെ ഡേഞ്ചറസ് ഗുഡ്സിൻ്റെ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ വളരെ കൗതുകം തോന്നുന്ന അറിവുകളാണ്. ഇതേപോലെ തന്നെയാണ് നമുക്ക് നോക്കാനുള്ളത് റെഫ്രിജറേറ്റഡ് ഗുഡ്സ്. എങ്ങനെയാണ് നമ്മൾ റെഫ്രിജറേറ്റഡ്, അതായത് ടെമ്പറേച്ചർ കൺട്രോൾഡ് ഗുഡ്സ്. ചില സാധനങ്ങൾക്ക്, ചില കാർഗോയ്ക്ക് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ആവശ്യമുണ്ട്. നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും കോൾഡ് സ്റ്റോറേജിൽ വെക്കുന്ന സാധനങ്ങളാണ്, അതായത് ഫിഷ്, മീറ്റ്, ഇതെല്ലാം. അത് മാത്രമാണ് നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾഡ് കാർഗോ ആയിട്ട് കൊണ്ടുപോകുന്നത്. അല്ല, നമ്മൾ ചിൽഡ് കാർഗോ, ഫ്രോസൺ കാർഗോ എന്ന് തരംതിരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചിൽഡ് കാർഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തൊട്ട് 7 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ളതും, ഫ്രോസൺ കാർഗോ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയും അതിന് താഴെയുള്ളതും. അതേപോലെ തന്നെ പല കാർഗോയും പല ടെമ്പറേച്ചറിൽ കൊണ്ടുപോകുന്നുണ്ട്. മുട്ട +8 ഡിഗ്രിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ലാറ്റക്സ് ഗ്ലൗസസ് 17 ഡിഗ്രീസിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? റെഫ്രിജറേറ്റഡ് കണ്ടെയ്നർ, റീഫർ കണ്ടെയ്നർ, അല്ലെങ്കിൽ കൂളിംഗ് ഏജൻറ്റ് ഉപയോഗിച്ചിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ വിശാലമായ ഒരു അറിവ് പകരുന്ന മേഖലയാണ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി. അപ്പോൾ ഈ അറിവുകൾ നമുക്ക് നേടിയെടുക്കുക എന്നുള്ളത് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യമാണ്.